ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ രാജേഷ് കുമാർ. അങ്ങനെ ഒരു നീണ്ട കോവിഡ് അവധിക്കാലത്തിന് ശേഷം സ്കൂളുകൾ വീണ്ടും തുറക്കുകയാണ്. പ്ലേ സ്കൂൾ മുതൽ +2 വരെയുള്ള എല്ലാ കുട്ടികളും സ്കൂളിലേക്ക് ജൂൺ മുതൽ പോവുകയുമാണ്. അപ്പോൾ ജോലിയുള്ളതും ജോലി ഇല്ലാതെ ഉള്ളതുമായിട്ടുള്ള മാതാപിതാക്കളുടെ ഏറ്റവും വലിയ സ്ട്രെയിൻ എന്ന് പറയുന്നത് കുട്ടികൾക്ക് രാവിലെയും ഉച്ചയ്ക്കും ഒരു 11 മണിക്കുള്ള ഫുഡ് എന്ത് നൽകണം, എങ്ങനെ നൽകണം. അവർക്ക് പല കുട്ടികൾക്കും രാവിലെ ഒരു 7 മണിക്ക് തന്നെ സ്കൂൾ ബസ് വരും, പോകും. ഇതിനു മുമ്പ് എങ്ങനെ കുട്ടികൾക്ക് ഫുഡ് തന്നുവിടും? കാരണം ഈ 2 വർഷത്തോളം വീട്ടിൽ നിന്ന് കുട്ടികൾ അത്യാവശ്യം വീട്ടിലെ ഫുഡ് ശീലിച്ചിട്ട് സ്കൂളിൽ പോകുമ്പോൾ കുട്ടികൾ ഫുഡ് കഴിക്കുമോ? ഫുഡ് കഴിച്ചില്ലെങ്കിൽ കുട്ടികളുടെ ആരോഗ്യം മോശമാവും. അവിടെ നിന്ന് മറ്റു ഇൻഫെക്ഷൻസ് പെട്ടെന്ന് കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഇതിനെല്ലാം മാതാപിതാക്കൾക്ക് വളരെയധികം ടെൻഷൻ ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ രാവിലെ സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക് നൽകേണ്ട ഭക്ഷണങ്ങൾ, 11 മണിക്ക് നൽകേണ്ട ഭക്ഷണങ്ങൾ, ഉച്ചയ്ക്ക് സ്കൂളിലെ കുട്ടികൾക്ക് നൽകേണ്ട ഭക്ഷണങ്ങൾ എന്തെല്ലാമെന്ന് ഞാൻ വിശദീകരിക്കാം. ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നതാണ് ഒരു ദിവസത്തെ നമ്മുടെ ഏറ്റവും ആരോഗ്യകരമായിട്ടുള്ള ഭക്ഷണം എന്ന് പറയുന്നത്. പലപ്പോഴും നമുക്ക് ഒരു ഫുൾ ഡേ വേണ്ട ഊർജ്ജം നിലനിൽക്കുന്നതിനും അതോടൊപ്പം തന്നെ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ തലച്ചോറിലേക്ക് സ്റ്റോർ ചെയ്യണമെന്നുണ്ടെങ്കിലും നമ്മുടെ ശരീരത്തിന് ഊർജ്ജം ആവശ്യമാണ്. ഈ ഊർജ്ജം കിട്ടേണ്ടത് രാവിലെ കഴിക്കുന്ന ഫുഡിൽ നിന്നാണ്. പലപ്പോഴും രാവിലെ ഫുഡ് കഴിക്കാതെ സ്കൂളിൽ പോകുന്ന സമയത്ത് എങ്ങനെയെങ്കിലും ഉച്ചയാകുന്നവരെ വളരെ തളർന്ന് വിശന്നിരിക്കുന്ന കുട്ടികളെ ആയിരിക്കും ഒരുപക്ഷെ രാവിലെ ഫുഡ് കഴിച്ചില്ലെങ്കിൽ നമ്മൾ കാണാൻ സാധിക്കുക. ഇത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നിർബന്ധമായിട്ടും രാവിലെ കുട്ടികൾ ഫുഡ് കഴിച്ചിട്ട് പോകുന്നതാണ് നല്ലത്. ഇനി എന്ത് ഫുഡാണ് രാവിലെ കുട്ടികൾ കഴിക്കേണ്ടതെന്ന് ശ്രദ്ധിക്കുക. പലപ്പോഴും രാവിലെ തിരക്കിട്ട് നമ്മൾ റെഡിയാകുന്ന സമയത്ത് പലപ്പോഴും ഫുഡ് കഴിക്കാനിരിക്കാൻ കുട്ടികൾക്ക് സമയം ഉണ്ടാകത്തില്ല. അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? എപ്പോഴും നിങ്ങൾ കുട്ടികൾ കുളിച്ച് കയറി അല്ലെങ്കിൽ രാവിലെ റെഡിയാകുന്ന സമയത്ത് ആദ്യം ചെയ്യേണ്ടത് കുട്ടികൾ ഫുഡ് കഴിക്കാൻ നൽകുക എന്നുള്ളതാണ്. ഒരിടത്ത് ഇരുന്ന് കഴിക്കുന്നതിനേക്കാൾ കുട്ടികൾക്ക് വേണമെങ്കിൽ നടന്ന് കഴിക്കാവുന്ന തരത്തിൽ രാവിലെ ഫുഡ് വേണമെങ്കിൽ നൽകാം. അത് എന്ത് ഭക്ഷണം നൽകുക? ഇപ്പോൾ കുട്ടികൾക്ക് നോൺ വെജ് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നോൺ വെജ് മിക്സ് ചെയ്ത് ഭക്ഷണം നൽകുക. വെജ് ഇഷ്ടപ്പെടുന്ന കുട്ടികൾ, ഇപ്പോൾ പലപ്പോഴും നമ്മൾ മലയാളികളുടെ വീട്ടിലെ രാവിലെ നോൺ വെജ് എന്ന് പറയുമ്പോൾ പലരും നെറ്റി ചുളിക്കും. ഈ ഒരു സാഹചര്യം മറികടക്കാൻ രാവിലെ എങ്ങനെ, ഇപ്പോൾ വെജിറ്റേറിയൻ ഫുഡാണെങ്കിൽ എങ്ങനെ ഹെൽത്തി ആക്കാം എന്നുകൂടി പറഞ്ഞുതരാം. വെജിറ്റേറിയൻ ഫുഡാണ് നിങ്ങൾ കഴിക്കുന്നതെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത്, ഒരു ഐഡിയലായിട്ട് കുട്ടികൾക്ക് നൽകാൻ പറ്റുന്ന ഭക്ഷണം എന്ന് പറയുന്നത് ഇഡ്ഡലിയും സാമ്പാറുമാണ്. അതിൻ്റെ കാരണം വിശദീകരിക്കാം. നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഭക്ഷണം എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ സാധാരണ കഴിക്കുന്ന മധുരമോ കാർബോഹൈഡ്രേറ്റ്സോ അല്ല, പ്രോട്ടീനും കൊഴുപ്പും കുട്ടികൾക്ക് കൂടുതലുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയിരിക്കും എപ്പോഴും ഊർജ്ജം നിലനിൽക്കാനും തലച്ചോറിൻ്റെ ഫംഗ്ഷൻ കൂടുതൽ കിട്ടാനും കുട്ടികൾക്ക് നല്ലത്. നമ്മൾ ഇഡ്ഡലിയും സാമ്പാറും എന്ന് പറയുമ്പോൾ ഇതിനകത്ത് അരി മാത്രമല്ലല്ലോ, ഇഡ്ഡലി ഉണ്ടാക്കാനായിട്ട് ഉഴുന്ന് ഉപയോഗിക്കുന്നുണ്ട്. ഉഴുന്നെന്ന് പറയുന്നത് വെജിറ്റബിൾ പ്രോട്ടീനാണ്. കൂടാതെ സാമ്പാർ എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള പച്ചക്കറികളുടെ ഒരു കോക്ടെയിലാണ്. സാമ്പാർ ഉണ്ടാക്കുന്ന സമയത്ത് കഴിയുന്നത്ര നിങ്ങൾ അവിയലിലും സാമ്പാറിലും മുരിങ്ങക്ക ഉപയോഗിക്കുന്ന ശീലം മലയാളികൾക്കുണ്ട്. മുരിങ്ങക്ക ഉൾപ്പെടെ ഉള്ള ഒരു ഭക്ഷണമാണെങ്കിൽ കുട്ടികൾക്ക് അത് വളരെ ക്യൂരിയസ് ആയിട്ട്, പല കുട്ടികളും മുരിങ്ങക്കയൊക്കെ കൂടുതൽ കഴിക്കുന്ന കണ്ടിട്ടുണ്ട്. സോ ഇത്തരത്തിലുള്ള ഒരു കോമ്പിനേഷൻ ആയിരിക്കും കുട്ടികൾക്ക് രാവിലെ നൽകേണ്ടത്. നമുക്ക് സാമ്പാറിനകത്താണെങ്കിലും പരിപ്പ് കൂടുതൽ ഉപയോഗിക്കുക. പരിപ്പ് എന്ന് പറയുന്ന ഒരു മികച്ച വെജിറ്റബിൾ പ്രോട്ടീനാണ്. കൂടാതെ പച്ചക്കറിയിൽ നിന്ന് അത്യാവശ്യത്തിന് ആൻറ്റി ഓക്സിഡൻസും കുട്ടികൾക്ക് കിട്ടും. ഈ ഒരു കോമ്പിനേഷൻ കുട്ടികൾക്ക് എഫക്റ്റീവായിട്ട് പോവുകയും ചെയ്യും. ഇനി അതല്ല, ഇഡലിയും സാമ്പാറും അല്ല എന്നുണ്ടെങ്കിൽ ദോശയും സാമ്പാറും നൽകാം. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിപ്പോൾ നോൺ വെജ് അത്യാവശ്യം കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ചപ്പാത്തിയും മീൻ കറിയോ ഇല്ലെങ്കിൽ അത്യാവശ്യം ചിക്കൻ കറിയോ അല്ലെങ്കിൽ മുട്ടയോ നൽകാം. പല വീടുകളിലും തിരക്കിട്ട് രാവിലെ റെഡിയാകുന്ന സമയത്ത് ഒന്നും പ്രിപ്പയർ ചെയ്യാൻ സമയം കിട്ടത്തില്ല. ബ്രെഡായിരിക്കും പലരും ഉപയോഗിക്കുന്നത്. ബ്രെഡാണ് കുട്ടികൾക്ക് നൽകുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം, ബ്രെഡ് മൈദയാണ്, ബേക്ക് ചെയ്തുണ്ടാക്കുന്ന ഭക്ഷണമാണ്. ഇത് ധാരാളം ജലം ശരീരത്തിന് ആവശ്യമുണ്ട്, ശരീരത്തിന് പ്രോസസ്സ് ചെയ്യുന്നതിന്. അതുകൊണ്ട് തന്നെ ബ്രെഡ് കഴിക്കുകയാണെങ്കിൽ ബ്രെഡിനോടൊപ്പം നിർബന്ധമായിട്ട് നിങ്ങൾ ഒരു പ്രോട്ടീൻ, നിങ്ങളൊരു മുട്ട ഓംലെറ്റ് ഉണ്ടാക്കി നൽകുക. അല്ലെങ്കിൽ അത്യാവശ്യം ചിക്കനോ ഒക്കെ നിങ്ങൾക്ക് രാവിലെ ബ്രെഡിൻ്റെ ഒപ്പം കഴിക്കാം. കൂടാതെ ഒരു പച്ചക്കറി നിങ്ങൾ ബ്രെഡിൻ്റെ ഒപ്പം ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കണം. കൂടാതെ ഇതിനകത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന ഏറ്റവും മികച്ച ഒരു ഫാറ്റ്, കൊഴുപ്പ് കണിക എന്ന് പറയുന്നത് നെയ്യോ വെണ്ണയോ അല്ലെങ്കിൽ ബട്ടർ, ഇവ ഒരു കോമ്പിനേഷൻ ആയിരിക്കും എപ്പോഴും നിങ്ങൾക്ക് ഉപയോഗിക്കാൻ നല്ലത്. ഇതിൻ്റെ ഗുണം എന്തെന്ന് പറഞ്ഞാൽ, ഈ വെണ്ണ എന്ന് പറയുന്നത് ബ്രെഡ് കഴിക്കാനോ അല്ലെങ്കിൽ മറ്റു ഫുഡുകൾ കഴിക്കാനോ ഉള്ള ഒരു ടേസ്റ്റ് മേക്കർ മാത്രമല്ല, കുട്ടികൾക്ക് ഒരു മികച്ച സാച്ചുറേറ്റഡ് ഫാറ്റായിട്ട് ഇത് വർക്ക് ചെയ്യും. സാച്ചുറേറ്റഡ് ഫാറ്റാണ് തലച്ചോറിന് കൂടുതൽ നമുക്ക് ഊർജ്ജമായിട്ട് നമുക്ക് പഠിക്കുന്ന സമയത്ത് കുട്ടികൾക്ക് ആവശ്യം. നെയ്യ് ചേർത്തിട്ട് നമുക്ക് ഭക്ഷണം ഉണ്ടാക്കുകയോ അത്യാവശ്യം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കറികൾ ഉണ്ടാക്കുകയോ ചെയ്യാം. പലപ്പോഴും രാവിലെ ഉണ്ടാക്കുന്ന ഭക്ഷണം തന്നെ ഉച്ചയ്ക്ക് കൊടുത്തു വിടുന്ന മാതാപിതാക്കളൊക്കെ ഉണ്ടെങ്കിൽ ഈ നഴ്സറി ക്ലാസ്സിലെ കുട്ടികൾക്ക്, ഇപ്പം നമ്മൾ ഇഡ്ഡലി കൊടുക്കുക എന്ന് പറയുമ്പോൾ എന്ന് ഇഡ്ഡലി ആയി കഴിഞ്ഞാൽ കുട്ടികൾ മടുത്തു പോകും, ഇല്ലേ? രാവിലെ കുട്ടികൾ കഴിക്കത്തില്ല. അതുകൊണ്ട് ഒരു വെറൈറ്റി പ്രിപ്പറേഷൻസ് ആയിരിക്കും എപ്പോഴും നല്ലത്.
എപ്പോഴും കുട്ടികളെ ആകർഷിക്കുന്നതിന്, അത് ചെറുപ്രായത്തിലുള്ള കുട്ടികളായിക്കോട്ടെ, ഒരു 10ാം ക്ലാസ് വരെ ആണെങ്കിലോ, കുട്ടികൾക്ക് നിറം വളരെ അട്രാക്റ്റീവാണ്. ഭക്ഷണത്തിൻ്റെ നിറമുള്ള ഒരു ഭക്ഷണമാണെന്നുണ്ടെങ്കിൽ കുട്ടികൾ പലപ്പോഴും ഇത് കഴിക്കാൻ, രുചിച്ച് നോക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും. അതിന് നല്ലത്, നിങ്ങളിപ്പോൾ ഈ ഇഡ്ഡലി മാവെല്ലാം പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് അതിനകത്ത് ഇപ്പോൾ ചീരയുടെ ചാറ് പിഴിഞ്ഞൊഴിച്ച് നിങ്ങൾ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ പച്ച കളറിലുള്ള നിങ്ങൾക്ക് ഇഡ്ഡലി ഉണ്ടാക്കാൻ പറ്റും. ബീട്രൂട്ടിൻ്റെ ജ്യൂസ് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ചുവപ്പ് കളറിലുള്ള ഇഡ്ഡലി പ്രിപ്പയർ ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ദോശ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ദോശയ്ക്കകത്ത് നിങ്ങൾ ഒരു ജാം ഉപയോഗിച്ചോ അല്ലെങ്കിൽ സോസ് ഉപയോഗിച്ചോ ഒരു ചെറിയ പടം വരച്ച് നോക്കി കുട്ടികൾ വളരെ ക്യൂരിയോസിറ്റിയിൽ ഇത് കഴിക്കുന്നതാണ്. ഇതൊന്നും ഉണ്ടാക്കാൻ നിങ്ങൾക്ക് എക്സ്ട്രാ സമയം വേണ്ടി വരില്ല എന്നുള്ളതാണ് കുട്ടികളെ ആകർഷിക്കാനും വളരെ എളുപ്പത്തിനും ഫുഡ് പ്രിപ്പയർ ചെയ്യാൻ സാധിക്കുന്നത്. രാവിലെകളിൽ ഇത്തരത്തിലുള്ളൊരു കോമ്പിനേഷൻ, ഇപ്പോൾ നിങ്ങൾക്ക് ഈ പറഞ്ഞ രീതിക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ പയർ പുഴുങ്ങി കൊടുക്കാം. പയർ പുഴുങ്ങി അതിനകത്ത് കുറച്ച് തേങ്ങയൊക്കെ ഇട്ടോ കടുക് വറുത്തിട്ടോ നൽകാവുന്നതാണ്. കടല പുഴുങ്ങി കൊടുക്കാം. പനീർ കറി വെച്ചിട്ട് നൽകാം. പനീർ എന്ന് പറയുന്നത് പാലിൽ നിന്നും ഉണ്ടാക്കുന്ന ഒരു മികച്ച പ്രോട്ടീൻ ഫാറ്റ് കോമ്പിനേഷനാണ്. പാലിൻ്റെ കട്ടിയുള്ള ഭാഗമാണ്. ഈ ഒരു കറി എന്ന് പറയുന്നത് അത്യാവശ്യം കുട്ടികൾക്ക് ഒരു രാവിലത്തെ ഒരു മികച്ച ന്യൂട്രിയൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുകയും ചെയ്യും. ഇല്ലെങ്കിൽ രാവിലെ നിങ്ങൾക്ക് പാലിൽ പ്രിപ്പയർ ചെയ്യുന്ന എന്തെങ്കിലും ഒരു ഫുഡ് നിങ്ങൾക്ക് നൽകാവുന്നതാണ്. ഈ ഒരു കോമ്പിനേഷൻ നിങ്ങൾക്ക് ഒരു മികച്ച ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് നൽകി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് കൊണ്ടുപോകുന്ന ഭക്ഷണത്തിൻ്റെ കാര്യം നോക്കിയാൽ മതി. കുട്ടികൾക്ക് ഭക്ഷണം കൊണ്ടുപോകുന്നതിന് ഉപയോഗിക്കുന്ന പാത്രം വളരെ പ്രധാനപ്പെട്ടതാണ്. പലരും ചെയ്യുന്നത് നമ്മുടെ മാർക്കറ്റിൽ കിട്ടുന്ന, ഇപ്പോൾ ബാഗ് വാങ്ങിക്കുന്ന കൂട്ടത്തിൽ ബാഗ് വാങ്ങുമ്പോൾ ടിഫിൻ ബോക്സ് ഫ്രീ എന്നൊക്കെ പറഞ്ഞിട്ട് പല ഓഫറുകളും കാണാറുണ്ട്. ഇത്തരം ഓഫറുകളിൽ പാത്രങ്ങൾ വാങ്ങുന്നതുകൊണ്ട് കുഴപ്പമില്ല, പക്ഷേ അതിൻ്റെ ക്വാളിറ്റി പ്രധാനമാണ്. കുട്ടികൾക്ക് ഏറ്റവും നല്ലത് ഫുഡ് കൊണ്ടുപോകാനോ വെള്ളം കൊണ്ടുപോകാനോ നല്ലത് സ്റ്റീൽ പാത്രങ്ങളോ സ്റ്റീൽ കുപ്പികളോ ആണ്. ഇനി അതല്ല, പ്ലാസ്റ്റിക് ആണ് നിങ്ങൾ ഫുഡ് കൊടുത്തു വിടാൻ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ടിഫിൻ ബോക്സ് വാങ്ങുക. പക്ഷേ അതിൻ്റെ അടിയിലുള്ള ഫുഡ് ഗ്രേഡ് പ്ലാസ്റ്റിക് ആണെന്ന് ഉറപ്പുവരുത്തുക. ഫുഡ് ഗ്രേഡ് പ്ലാസ്റ്റിക്കിൻ്റെ നമ്പറിംഗ് എന്ന് പറയുന്നത് ഈ പാത്രത്തിൻ്റെ അടിയിൽ 5 നമ്പർ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. 5 നമ്പർ രേഖപ്പെടുത്തിയിട്ടുള്ള പാത്രങ്ങളും പ്ലാസ്റ്റിക് ബോട്ടിലുകളിലും മാത്രമേ കുട്ടികൾക്ക് ഭക്ഷണവും വെള്ളവും കൊടുത്തുവിടാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ പലപ്പോഴും ചൂടുള്ള നിങ്ങൾ ഈ വെള്ളമെല്ലാം പലപ്പോഴും കുപ്പിയിലൊക്കെ എടുക്കുന്ന സമയത്ത് അതിനകത്ത് ഈ പ്ലാസ്റ്റിക്കിൻ്റെ കണ്ടന്റുകൾ, ബിസ്ഫിനോൾ എ പോലുള്ള പ്ലാസ്റ്റിക്കിൻ്റെ രാസവസ്തുക്കൾ കലരാനും അപകടകരമാകാനും സാധ്യതയുണ്ട്. കാരണം ഇത് ഒരു ദിവസമല്ല, ഡെയിലി കുട്ടികൾ കുടിക്കുന്ന ഭക്ഷണവും വെള്ളവും ഒക്കെ തന്നെയാണ്. 11 മണിക്കുള്ള ഭക്ഷണം, ഇത് പലപ്പോഴും ഒരു ചെറിയ ക്ലാസ് മുതൽ തന്നെ ഇപ്പോഴത്തെ കുട്ടികളുടെ ഒരു ശീലമാണ്. ബ്രഞ്ച് എന്നാണ് നമ്മളിതിന് പറയുന്നത്. ബ്രേക്ക്ഫാസ്റ്റുമല്ല, ലഞ്ചും അല്ല, ഇടയ്ക്കുള്ള ഒരു പീരീഡാണ്. ഈ ഒരു പീരീഡിൽ പല കുട്ടികൾക്കും സ്കൂളിൽ കൊണ്ടുപോകുന്ന ഭക്ഷണം എന്ന് പറയുന്നത് ബേക്കറി സാധനങ്ങളാണ്. കുട്ടികൾക്ക് പെട്ടെന്ന് കഴിക്കാനും ഇഷ്ടമാണ്, കുട്ടികൾക്ക് ടേസ്റ്റും ഇഷ്ടമാണ്, അമ്മമാരോടൊന്നും പറയത്തില്ല. മറ്റു കുട്ടികൾക്ക് ഷെയർ ചെയ്യാനും ഈ കുട്ടികൾ ഇഷ്ടപ്പെടും. പലപ്പോഴും ബിസ്ക്കറ്റ്, ബ്രെഡ്, ജാം പോലുള്ള പല ഭക്ഷണങ്ങളും കൂടുതലായിട്ട് അമ്മമാർ സ്കൂളിൽ നൽകി വരുന്നത് കണ്ടുവരുന്നുണ്ട്. ഇത് ഒരു തെറ്റായ ശീലമാണ്. കാരണം ഇത്തരം ഭക്ഷണങ്ങൾ ഉണ്ടാക്കുന്നതിൻ്റെ കോമ്പിനേഷനാണ് അപകടകരം. ഈ കേക്കിലും ബിസ്ക്കറ്റിലും എല്ലാം വളരെ ഉയർന്ന അളവിൽ കൊഴുപ്പ്, ട്രാൻസ് ഫാറ്റ് അടങ്ങിയിട്ടുണ്ട്, മധുരം അടങ്ങിയിട്ടുണ്ട്. ഈ ഒരു കോമ്പിനേഷൻ ഒരു 11 മണിക്ക് കുട്ടികൾക്ക് നൽകി കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഇത് വളരെ ക്ഷീണമാണ് ഉണ്ടാക്കുന്നത്. പിന്നെ ഒരു ഉച്ചയാകുമ്പോഴത്തേക്ക് ഫുഡ് കഴിക്കാനും തോന്നത്തില്ല. മാത്രമല്ല അനാവശ്യമായിട്ട് അവരുടെ ശരീരത്തിലേക്ക് എംപ്റ്റി കാലറി എത്തുന്ന ഒരു സാഹചര്യമാണ് ഇത്തരം ബേക്കറി ഭക്ഷണങ്ങളിലും ചിപ്സിലും ബിസ്ക്കറ്റുകളിലും എല്ലാം സംഭവിക്കുന്നത്. അതുകൊണ്ട് 11 മണിക്ക് കുട്ടികൾക്ക് നൽകാൻ ഐഡിയൽ ഫുഡ് എന്ന് പറയുന്നത് ഫ്രൂട്ട്സ് ആണ്. നിങ്ങൾ വീട്ടിൽ വാങ്ങുന്ന പഴവർഗ്ഗങ്ങൾ നിങ്ങൾക്ക് അരിഞ്ഞ് നൽകാവുന്നതാണ്. ചെറിയ സാലഡ്സ് ഇതിനോടൊപ്പം കുട്ടികളെ ശീലിപ്പിക്കുക. നിങ്ങൾക്ക് ക്യാരറ്റ് അരിഞ്ഞിട്ട് നൽകാം. ചെറിയ പച്ചക്കറികൾ ഒരു ഹാഫ് ബോയിലാക്കി ഒരല്പം അവയും നൽകാം. കുറച്ച് നട്ട്സ് നൽകാം. കുട്ടികൾ കഴിക്കുന്ന കൂട്ടത്തിൽ ഇവയും കൂടി അതോടൊപ്പം കഴിക്കും. കപ്പലണ്ടി, ബദാം, വാൽനട്ട്, ഡേറ്റ്സ് പോലുള്ളവ കുട്ടികൾക്ക് നൽകാവുന്നതാണ്. ഉണക്കമുന്തിരി ചേർത്തിട്ടുള്ള ചില റോളുകൾ കൂടി കുട്ടികൾക്ക് ഉണ്ടാക്കി നൽകുക. കുട്ടികൾക്ക് എപ്പോഴും ഇഷ്ടം എന്ന് പറയുന്നത് കളറുകളും അതോടൊപ്പം രുചിയുടെ കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ ഒരല്പം മധുരവും ഒരല്പം പുളിയും ചേർന്നിട്ടുള്ള കോമ്പിനേഷൻസ് കുട്ടികൾക്ക് പൊതുവെ കഴിക്കാൻ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവും, ഇഷ്ടം ഉണ്ടാവും. ആകർഷമായ കളറാണെങ്കിൽ നല്ലതാണ്. നിങ്ങൾക്ക് കുട്ടികൾക്ക് ഒരു 11 മണിക്ക് കഴിക്കുന്നതിന് മീറ്റ് റോൾസ് പ്രിപ്പയർ ചെയ്ത് നൽകുക. അതല്ലെങ്കിൽ ചപ്പാത്തി റോൾസ് പ്രിപ്പയർ ചെയ്ത് നൽകുക. ഒന്നുകിൽ ഇപ്പോൾ നോൺ വെജ് കഴിക്കുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെറിയ രീതിയിൽ ചിക്കൻ എല്ലാം പൊടിച്ചിട്ടിട്ട് ഒരു ചപ്പാത്തിക്കകത്ത് റോൾസ് ആക്കി നിങ്ങൾക്ക് നൽകാവുന്നതാണ്. ഇനി അതല്ല, വെജ് റോൾസ് ആണ്, നിങ്ങൾക്ക് ചപ്പാത്തിയുടെ വെജ് റോൾസ് ആണ് പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു ചപ്പാത്തിക്കകത്ത് ഒരു അല്പം ബട്ടർ പുരട്ടിയിട്ട് കുറച്ച് ഉണക്കമുന്തിരി, കുറച്ച് നട്ട്സ് കൂടി മിക്സ് ചെയ്ത് നിങ്ങൾക്ക് നൽകി നോക്കി. വേണമെങ്കിൽ ഒരു അല്പം മസാല ചേർത്തിട്ടുള്ള എന്തെങ്കിലും ഒരു സാലഡ് കോമ്പിനേഷനും കൂടെ ഉണ്ടാക്കി നൽകി നോക്കി. രുചികരമായിട്ട് കുട്ടികൾ കഴിക്കുകയും ചെയ്യും. എപ്പോഴും കുട്ടികൾക്ക് കഴിക്കാം, 11 മണിക്ക് കഴിക്കാൻ ഒരു റോള് മതിയായിരിക്കും. പക്ഷേ കുട്ടികളുടെ കൂട്ടുകാർ കൂടെ വേണ്ടിയിട്ട് ഒരു റോൾ കൂടി അഡീഷണൽ ആയിട്ട് വയ്ക്കുക.
കാരണം എന്തെന്ന് പറഞ്ഞാൽ കുട്ടികൾ ഈ പ്രായത്തിലാണ് ഷെയറിംഗ് പഠിക്കേണ്ടത്. ഷെയറിങ്ങിലൂടെയാണ് കുട്ടികളുടെ കെയറിംഗ് വളരുന്നത്. കുട്ടികൾ വീട്ടിലാണെങ്കിലും സമൂഹത്തിലാണെങ്കിലും മറ്റു നമ്മുടെ കൂടെയുള്ള കുട്ടികളെ കൂടെ അല്ലെങ്കിൽ അവരുടെ കൂട്ടുകാരെ കൂടെ അവരൊന്ന് കെയർ ചെയ്യുന്നതിൻ്റെ ഭാഗമാണ് ഭക്ഷണത്തിൻ്റെ ഷെയറിംഗ്. ഇതുകൂടി കുട്ടികളെ പഠിക്കാനായിട്ട് അവർക്കൊരു അവസരം നിങ്ങളായിട്ട് ഒരുക്കി കൊടുക്കുക. എപ്പോഴും നല്ലത് ഇത്തരത്തിലുള്ളൊരു ഭക്ഷണം, നട്ട്സിൻ്റെയോ അല്ലെങ്കിൽ ഞാനീ പറഞ്ഞൊരു കോമ്പിനേഷൻ വേണം 11 മണിക്ക് നൽകാൻ, അല്ലെങ്കിൽ ഫ്രൂട്ട്സ് നൽകുക. ഇത് കുട്ടികൾ ഡെഫിനറ്റ്ലി ഇഷ്ടപ്പെടും. ടീച്ചർമാരും ഇന്ന് സ്കൂളുകൾ പ്രൊമോട്ട് ചെയ്യുന്നത് ഫ്രൂട്ട്സ് തന്നെയാണ്, അല്ലെങ്കിൽ ഇത്തരം ഭക്ഷണങ്ങൾ തന്നെയാണ്. നിങ്ങൾക്ക് ഇപ്പോൾ വീട്ടിൽ വെച്ച് ഫ്രൂട്ട്സ് അരിയാൻ സമയം കിട്ടുന്നില്ല എങ്കിൽ ഒരു ഫ്രൂട്ട് നിങ്ങൾ കൊടുത്തു വിടുക. 11 മണിയോ അല്ലെങ്കിൽ 11:30ക്കോ ടീച്ചർമാർ തന്നെ അതരിഞ്ഞ് നിങ്ങളുടെ കുട്ടികൾക്ക് നൽകിക്കോളും, ചെറിയ ക്ലാസ്സുകളൊക്കെ ആണെങ്കിൽ. ഇനി ഉച്ചയ്ക്കുള്ള ഭക്ഷണം എന്ത് വേണം എന്നുള്ളത് വിശദീകരിക്കാം. ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് നോൺ വെജ്, പ്രത്യേകിച്ച് മീൻ പോലുള്ള ഭക്ഷണങ്ങൾ ഉച്ചയ്ക്ക് അധികം കൊടുത്തു വിടുന്നത് നല്ലതല്ല. മീനില്ലാതെ മീനിൻ്റെ കറി മാത്രമായിട്ട് നൽകിയിരുന്നാലും കുട്ടികൾക്ക് ഭക്ഷണം അത് കഴിക്കാനായിട്ട് സഹായിക്കും. വെജിറ്റബിൾ പ്രോട്ടീൻസ് ആയിരിക്കും കുട്ടികൾക്ക് കുറച്ചുകൂടി ഉച്ചയ്ക്ക് നല്ലത്. പയറ്, കടല, പരിപ്പ് പോലുള്ള ഒരു കറി ഫുഡിനകത്ത് ഉൾപ്പെടുത്താൻ നോക്കുക. കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു ഉച്ചഭക്ഷണത്തിൻ്റെ കോമ്പിനേഷൻ ഞാൻ പറഞ്ഞല്ലോ, ഒരല്പം പുളിയും ഒരല്പം മധുരവും ചേർന്ന കറികളായിരിക്കും കുട്ടികൾക്ക് കൂടുതലും ഇഷ്ടം. ക്യാരറ്റ്, ബീട്രൂട്ട് ചേർന്നിട്ടുള്ള കറികളുടെ പ്രത്യേകത എന്താണ്? ഓറഞ്ച് കളർ ഉണ്ടാവും, ചുവപ്പ് കളർ ഉണ്ടാവും. നമ്മൾ ബീൻസ് പോലുള്ള ചീര പോലുള്ള ഒരു കറിയോട് ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ നല്ല പച്ച കളർ ഉണ്ടാവും. കുട്ടികൾക്ക് ഇത്തരം കളറുകൾ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇപ്പം രാവിലത്തെ ഭക്ഷണമാണ് കുട്ടികൾക്ക് ഉച്ചയ്ക്ക് കൊടുത്തു വിടുന്നതെന്നുണ്ടെങ്കിൽ അവർക്ക് ഇത്തരത്തിൽ ഡിഫറെൻറ്റ് വെറൈറ്റി കളറിലുള്ള ഇഡ്ഡലിയോ ദോശയോ ഒന്ന് ഉണ്ടാക്കി നൽകി നോക്കുക. ഇത്തരത്തിൽ പല കളറിലുള്ള ഭക്ഷണങ്ങൾ കുട്ടികൾക്കും അവരുടെ സുഹൃത്തുക്കൾക്കും ഭക്ഷണത്തോട് ഉച്ചയ്ക്ക് കഴിക്കണം എന്നുള്ള ഒരു താല്പര്യവും ഒരു ക്യൂരിയോസിറ്റിയും വർദ്ധിക്കാനായിട്ട് സഹായിക്കും. കുട്ടികൾക്ക് പലപ്പോഴും ഉച്ചയ്ക്ക് ഭക്ഷണം തരുന്ന സമയത്ത് അധികം മസാല ചേർന്ന, അധികം എരിവ് ചേർന്ന ഭക്ഷണങ്ങൾ നൽകാതിരിക്കുക. പലപ്പോഴും നമ്മൾ വീട്ടിൽ വാങ്ങിക്കൊണ്ടുവരുന്ന ഫാസ്റ്റ് ഫുഡുകളുടെ ബാക്കി സ്കൂളിൽ കൊടുത്തുവിടുന്ന ഒരു രീതി ഒഴിവാക്കുന്നതാണ് നല്ലത്. ഒന്ന്, ഇത് വളരെ പെട്ടെന്ന് നമുക്ക് കുട്ടികൾക്ക് വയറിന് ഗ്യാസ്ട്രിക് ഇറിറ്റേഷൻ ഉണ്ടാകും. കാരണം രാവിലെ പാക്ക് ചെയ്യുന്ന ഫുഡ് ഉച്ചവരെ കേടാകാതിരിക്കുന്നതാണ്. പലപ്പോഴും മസാലകൾ ഇത്തരത്തിൽ പഴകിയിട്ട് കഴിക്കുന്നത് ഗ്യാസ്ട്രിക് ഇറിറ്റേഷൻ ഉണ്ടാകും. മാത്രമല്ല, ഇത് കുട്ടികൾക്ക് ഈ വയറിന് പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഉച്ച കഴിഞ്ഞിട്ട് കുട്ടികൾക്ക് ഒരു ടോയ്ലറ്റിൽ പോകണമെന്നൊരു തോന്നലോ, അമിതമായിട്ട് ഗ്യാസ് ശല്യം, വയറ് വല്ലാണ്ട് വീർത്ത് വരുന്നൊരു ബുദ്ധിമുട്ട് എല്ലാം ഉണ്ടാക്കിയെന്ന് വരാം. കുട്ടികൾക്ക് ഉച്ചയ്ക്ക് ഫുഡിനെ എരിവ് ഫീൽ ചെയ്യിക്കാൻ മുളക് അല്ലെങ്കിൽ മസാലയേക്കാൾ നല്ലത് ഇഞ്ചി അല്ലെങ്കിൽ വെളുത്തുള്ളി അല്ലെങ്കിൽ ഉള്ളിയാണ്. ബിക്കോസ് ഇവയുടെ ഒരു എരിവ് കുട്ടികൾ ശീലിക്കുന്നത് പൊതുവെ ഗ്യാസ് ശല്യമില്ലാതെ ഒരു മസാല രൂപത്തിൽ ശരീരത്തിന് കിട്ടുന്നതിന് സഹായിക്കും. ഇപ്പോൾ കുട്ടികൾ മഴക്കാലത്തൊക്കെയാണ് സ്കൂളിൽ പോകുന്നതുകൊണ്ട് തന്നെ ഈ പ്രിപ്പയർ ചെയ്യുന്ന ഫുഡ് ഉച്ചയ്ക്ക് പെട്ടെന്ന് കേടായി പോകുമോ എന്ന് ഭയപ്പെടുന്ന ഒരുപാട് മാതാപിതാക്കളുണ്ട്. ഇത് പലപ്പോഴും കുട്ടികൾക്ക് വയറിന് കംപ്ലൈൻറ്റ് ഉണ്ടാക്കുമോ എന്നും ഭയപ്പെട്ടു എന്ന് വരാം. ഏറ്റവും പ്രധാനമായിട്ട് ഇപ്പോൾ ഉണ്ടാക്കുന്ന ഫുഡ് കേടാകാതിരിക്കാൻ, ഇപ്പോൾ ചോറെല്ലാം പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് അത് കുട്ടികൾക്ക് ഗ്യാസ്ട്രിക് ഇറിറ്റേഷൻ, വയറിന് പ്രോബ്ലം ഒന്നും ഉണ്ടാകാതിരിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ കൊണ്ടുപോകാൻ ചോറ് പാകം ചെയ്യുന്ന സമയത്ത് ആ തിളപ്പിക്കുന്ന വെള്ളത്തിനകത്ത് ഒരു അല്പം ഇഞ്ചി അരിഞ്ഞിട്ടിട്ട് അതിനകത്ത് അരിയിട്ട് പാകം ചെയ്ത് കഴിഞ്ഞാൽ പൊതുവെ കുട്ടികൾക്ക് ഈ സ്കൂളിൽ പോയിട്ട് പെട്ടെന്ന് വയറിന് കംപ്ലൈൻറ്റ് വരുന്ന രീതിയെല്ലാം നമുക്ക് ഒഴിവാക്കി മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. ഇത്തരത്തിൽ നമുക്ക് വൈവിധ്യമായിരുന്ന ഒരു ഭക്ഷണ രീതി കുട്ടികൾക്ക് ശീലിക്കുന്നുണ്ടെങ്കിൽ സ്കൂളിൽ പോകുന്ന കുട്ടികൾ ആരോഗ്യകരമായും ഉന്മേഷകരമായും സ്കൂളിലെ അവർക്ക് ലൈഫ് ഹെൽത്തി ആയിട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. ഈ ഒരു ഇൻഫർമേഷൻ കുട്ടികളുള്ള എല്ലാ മാതാപിതാക്കൾക്കും ഈ ഒരു സാഹചര്യത്തിൽ അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഈ ഇൻഫർമേഷനുകൾ എല്ലാ കുടുംബത്തിൻ്റെയും അറിവിലേക്കായിട്ട് ഷെയർ ചെയ്യുക. സ്കൂളിൽ പോകുന്ന എല്ലാ കുട്ടികൾക്കും വളരെ ആരോഗ്യകരമായി ഭക്ഷണവും ഒരു ലൈഫ് സ്റ്റൈലും പിന്തുടരാൻ ഞാൻ ഈ പറഞ്ഞ ഉപകാരപ്പെടും എന്ന് ഉറപ്പാണ്. വീണ്ടും മറ്റൊരു അവസരത്തിൽ മറ്റൊരു വിഷയമായി കണ്ടുമുട്ടാം. ബൈ.